ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഏപ്രിൽ 11. നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഫിലിമിനെ കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞു. ഫിലിമിന്റെ പേര് PM നരേന്ദ്രമോദി എന്നാണ്. ആ മൂവി റിലീസ് ചെയ്യുന്നത് ആക്ച്വലി ഇന്നായിരുന്നു റിലീസ് ചെയ്യേണ്ടത്, ഏപ്രിൽ 11. റിലീസ് ചെയ്യുന്ന തൽക്കാലത്തേക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തടഞ്ഞിരിക്കുകയാണ്. ഇനി ഫർദർ സ്ക്രൂട്ടിനിക്ക് ശേഷം മാത്രമേ അതിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുള്ളൂ. അപ്പൊ അത് നിൽക്കട്ടെ, അത് എഴുതിയെടുക്കേണ്ട ന്യൂസ് ഒന്നും അല്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെന്ന് എല്ലാവർക്കും അറിയാം. സുനിൽ അറോറയാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സുനിൽ അറോറ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളതെന്ന് വെച്ചാല് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഹിന്ദു പത്രം ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ റാഫേൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചില കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ അത് സുപ്രീം കോടതിയിൽ ഒരു എവിഡൻസ് ആയിട്ട് പെറ്റീഷനേഴ്സ്, അതായത് റാഫേൽ അഴിമതി നടന്നു, അതുകൊണ്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന പെറ്റീഷനേഴ്സ് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. അപ്പൊ ഗവൺമെന്റ് എടുത്ത സ്റ്റാൻഡ്, ദീസ് ആർ ദ സ്റ്റോളൻ ഡോക്യുമെന്റ്സ്, സോ cannot be verified before the Supreme Court as an evidence എന്നാണ് അവരെടുത്ത ഡിഫൻസ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആണ് ഗവൺമെന്റ് വേണ്ടിയിട്ട് ഡിഫൻസ് എപ്പോഴും സുപ്രീം കോടതി മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ്. പക്ഷെ ഇന്നലെ സുപ്രീം കോടതി ഒരു ഡിസിഷൻ എടുത്തു. സുപ്രീം കോടതിയുടെ വിധി വന്നു, ഈ ഡോക്യുമെന്റ്സ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യും ഇൻ കേസ് ഇതിലൊരു റിവ്യൂ ചെയ്യുമെന്ന് അവരിതുവരെയും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി ആദ്യം പറഞ്ഞ റാഫേൽ ഡീൽ ഈസ് ഓക്കെ, അത് വി ആർ അപ്ഹെൽഡിംഗ് ദാറ്റ് ഡിസിഷൻ ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പൊ ഇതിന് റിവ്യൂ വേണം ആ ഡിസിഷനിൽ എന്നാണ് ഇപ്പൊ പെറ്റീഷനേഴ്സ് ആവശ്യപ്പെട്ടേക്കുന്നത്. റിവ്യൂ നടത്തുമെന്ന് ഇതുവരെയും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഡേറ്റ് റിവ്യൂ നടത്തിയാൽ ഇപ്പൊ ഈ ഹിന്ദു ഒക്കെ പുറത്തു കൊണ്ടുവന്ന ആ സ്റ്റോളൻ ഡോക്യുമെന്റ്സ് ഗവൺമെന്റ് പറഞ്ഞ ആ ഡോക്യുമെന്റും വെരിഫൈ ചെയ്യും എന്നാ പറഞ്ഞത്. ഇത് ഗവൺമെന്റ് സെറ്റ് ബാക്ക് തന്നെയാണ്. ഓക്കെ, അതാണ് മറ്റൊരു ന്യൂസ് ഫ്രണ്ട് പേജിൽ. റാഫേൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മള് ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഒരു കാറ്റഗറി ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. ആ കാറ്റഗറി ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ പേര് MMRCA എന്നാണ്, മീഡിയം മൾട്ടിറോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. MMRCA, മീഡിയം മൾട്ടിറോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. അതുപോലെ ബാക്ക് പേജിൽ WHO കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ്, സ്വിറ്റ്സർലൻഡില്. WHO ചീഫ് സയന്റിസ്റ്റ് ഇന്ത്യക്കാരിയാണ്, ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ എന്നാണ് അവരുടെ പേര്. ചീഫ് സയന്റിസ്റ്റ് ഓഫ് WHO സൗമ്യ സ്വാമിനാഥൻ. പിന്നീട് WHO ഡയറക്ടർ ജനറലിന്റെ പേര് ടെഡ്രോസ് TEDROS, ടെഡ്രോസ് അദനം ADHANOM അദനം ഗബ്രിയേശുസ് എന്നാണ്. GABREYESUS ഗബ്രിയേശുസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജ് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ടൈഗർ വുഡ്സിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ടൈഗർ വുഡ്സ് എന്ന് പറഞ്ഞാൽ ഗോൾഫിലെ ലെജൻഡ് ആണ്. ഗോൾഫിൽ ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ പ്ലെയർ എന്ന് പൊതുവെ കരുതപ്പെടുന്ന അമേരിക്കക്കാരനായ ടൈഗർ വുഡ്സിനെയാണ്. ഗോൾഫിൽ തന്നെ ഏറ്റവും വലിയ ടൂർണമെന്റുകളിൽ ഒരെണ്ണമായ ഓഗസ്റ്റ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടൂർണമെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണം. അതിന്റെ ഫീമെയിൽ ടൈറ്റിൽ കഴിഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓഗസ്റ്റ മാസ്റ്റേഴ്സിന്റെ മെയിൽ ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണം. US നടക്കുന്നത് ഓഗസ്റ്റ മാസ്റ്റേഴ്സ്, AUGUSTA ഓഗസ്റ്റ മാസ്റ്റേഴ്സ്. അതുപോലെ ഇന്ത്യയുടെ ഒരു ഗ്രാൻഡ് മാസ്റ്ററിന്റെ പേര് ആണ് P ഇനിയൻ, INIYAN. ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞാൽ ചെസ്സിൽ കൊടുക്കുന്ന പദവിയാണ് ഗ്രാൻഡ് മാസ്റ്റർ. അത് കഴിഞ്ഞ് നമ്മള് അതിനടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ DK ജെയിനിന്റെ പേരുണ്ട്. DK ജെയിൻ BCCIയുടെ ഓംബുഡ്സ്മാൻ. BCCI ഇന്ത്യയുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ഓംബുഡ്സ്മാൻ ആണ് DK ജെയിൻ. അപ്പൊ അതൊരു ന്യൂസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഒരു അവാർഡാണ്. അവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിക്കറ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മാഗസിൻ ആണ് വിസ്ഡൺ, WISDEN. വിസ്ഡന്റെ ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് പുരസ്കാരം ഇന്ത്യയുടെ നായകൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് കിട്ടി. വിരാട് കോഹ്ലി ഇത് വിൻ ചെയ്യുന്നത് 3rd ടൈം ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അതുപോലെ ഇത് 3 അതിലധികമോ തവണ വിൻ ചെയ്യുന്ന പിന്നീട് പ്ലേയേഴ്സിന്റെ കൂട്ടത്തില് ഹിസ്റ്ററിയിൽ 3ാമത്തെ പ്ലെയർ മാത്രമാണ് കോഹ്ലി. ഇതിനു മുമ്പ് ഡോൺ ബ്രാഡ്മാൻ, ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ലെജൻഡ് എന്ന് കരുതപ്പെടുന്ന ഡോൺ ബ്രാഡ്മാനും പിന്നീട് ജാക്ക് ഹോബ്സ് എന്ന പറഞ്ഞൊരു പ്ലെയർ, JACK, ജാക്ക് ഹോബ്സ്, HOBBS, ഇവര് രണ്ടുപേരും മാത്രമാണ് ഇതിനു മുമ്പ് ഹിസ്റ്ററിയിൽ 3ലധികം തവണ വിസ്ഡൺ ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് അവാർഡ് കിട്ടിയത്. അപ്പൊ കോഹ്ലി ഈ കണ്ടംപററി ക്രിക്കറ്റിലാകപ്പാടെ കോഹ്ലിക്ക് മാത്രമേ ഈ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി രണ്ടുപേരും പഴയ പ്ലെയേഴ്സ് ആണ്. പക്ഷെ ഇതിനേക്കാളും വളരെ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് വെച്ചാല്
ഇതേ അവാർഡ് കോഹ്ലിക്ക് കിട്ടിയ വിസ്ഡൻ ലീഡിംഗ് ക്രിക്കറ്റ് ഇൻ ദ വേൾഡ് അവാർഡ് ഫീമെയിൽ കാറ്റഗറിയിൽ കിട്ടിയത് ഇന്ത്യക്കാരിക്കാണ്, സ്മൃതി മന്ദാന. അപ്പം വിസ്ഡന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് പുരുഷന്മാരിൽ കോഹ്ലിക്ക്, ഫീമെയിലില് സ്മൃതി മന്ദാനയ്ക്ക്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ്. ക്രിക്കറ്റിലെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത് വിസ്ഡൻ, WISDEN. അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്റർ ഒരു ഡിസിഷൻ എടുത്തു. IRDAI എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് സെക്ടർ റെഗുലേറ്റർ. ഹൈദരാബാദ് ആണ് എന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഹൈദരാബാദ്. എന്റെ ചെയർമാൻ സുഭാഷ് ചന്ദ്ര ഖുന്തിയാണ്. സുഭാഷ് ചന്ദ്ര ഖുന്തിയ, KHUNTIA, ഖുന്തിയ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് IRDAI tells insurers to notify claim status to customers. അതായത് കസ്റ്റമേഴ്സിന് ഈ ക്ലെയിം സ്റ്റാറ്റസുകളെല്ലാം പിന്നീട് നമ്മളിപ്പോ ഒരു ക്ലെയിം ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഒരു ക്ലെയിം കൊടുത്താൽ ആ ക്ലെയിമിന്റെ പ്രോസസിംഗ് സ്റ്റേജിൽ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് കസ്റ്റമേഴ്സിനെ അറിയിച്ചുകൊണ്ടിരിക്കണം എന്നാണ് IRDAIയുടെ പുതിയ നോട്ടിഫിക്കേഷൻ. അതുപോലെ വിപ്രോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഒരെണ്ണമാണ്. 3ാം സ്ഥാനത്താണ് വിപ്രോ. 1ാം സ്ഥാനത്ത് സോഫ്റ്റ്വെയറിൽ TCSഉം, 2ാം സ്ഥാനത്ത് സോഫ്റ്റ്വെയർ കമ്പനി ഇൻഫോസിസും, 3ാം സ്ഥാനത്ത് വിപ്രോയാണ്. വിപ്രോ ഷെയർ ബൈബാക്ക് ചെയ്യാൻ പോകുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. ഷെയർ ബൈബാക്ക് എന്ന് പറയുന്നത് നമ്മൾ വൺസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് വൺസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയർ എന്ന് നിലനിൽക്കുന്നതാണ്. ആ കമ്പനി പിന്നീട് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയം വരെ ആ ഷെയർസ് തിരിച്ചു വാങ്ങേണ്ട കാര്യം യഥാർത്ഥത്തിൽ കമ്പനിക്ക് ഇല്ല. പക്ഷെ ചില സമയങ്ങളിൽ കമ്പനി ആ ഷെയർസ് കുറെ തിരിച്ചു വാങ്ങും. ഇപ്പൊ 12,000 crores വിപ്രോയുടെ ഷെയർസ് അവർ ബൈബാക്ക് ചെയ്യാൻ വേണമെന്നാണ്. ബൈബാക്ക് ചെയ്യുന്ന മെയിൻലി ചില കേസസിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന്റെ സ്റ്റേക്ക് പിന്നീട് ആ കമ്പനി കൂട്ടാൻ വേണ്ടിയിട്ടാവാം. അതായത് പ്രൊമോട്ടേഴ്സിന് ഇപ്പൊ 10% ഷെയറാണ് ആ കമ്പനിയിലുള്ളെങ്കിൽ കുറച്ച് തിരികെ വാങ്ങിയാൽ അവർക്ക് അതിന്റെ ശതമാനം 12% 15% കൂട്ടാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കമ്പനിയുടെ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ചിലപ്പോൾ ആ ഷെയറിൽ നിന്നുള്ള റിട്ടേൺസ് കുറയും. റിട്ടേൺസ് കുറയുന്ന സമയത്ത് അവരുടെ റിട്ടേൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കമ്പനി ആ മാർക്കറ്റിലുള്ള വാല്യൂ, ഷെയറിന്റെ വാല്യൂവിനേക്കാൾ ഒരുപാട് വില കൂട്ടി ഷെയർ തിരിച്ചു വാങ്ങും. അപ്പൊ അത് കയ്യിലിരിക്കുന്ന ആ ഷെയറിന്റെ ഹോൾഡറിന് അത് കമ്പനിക്ക് വിൽക്കുമ്പോൾ ഇപ്പൊ മാർക്കറ്റിൽ ഉള്ള വിലയേക്കാൾ ഒരുപാട് പൈസ കൂടുതൽ കിട്ടും. അപ്പൊ അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അപ്പൊ കമ്പനികൾ ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഷെയർ ബൈബാക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് ലോകരാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന സിഗരറ്റിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് സിഗരറ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് സിഗരറ്റ്. അതിന്റെ വിൽപ്പന ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് മിനിസ്ട്രിയോട് നിയമം ഉണ്ടാക്കാൻ ഇവിടത്തെ കൊമേഴ്സ് മിനിസ്ട്രി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. എഴുതണ്ട, എന്തായാലും സിഗരറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഹെൽത്ത് ഹസാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. സാധാരണ സിഗരറ്റിനെ പോലെ തന്നെ ദോഷകാരിയാണ് സിഗരറ്റ്സ് എന്നൊരു ഫൈൻഡിംഗ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്ട്രിയോട് കൊമേഴ്സ് മിനിസ്ട്രി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു നിയമം വന്നാലേ നമ്മൾ എഴുതി പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ GPFന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. GPF എന്ന് പറഞ്ഞാൽ ജനറൽ പ്രോവിഡന്റ് ഫണ്ട്. 3-4 PFകളുണ്ട്. GPF, EPF, അതുപോലെ PPF, ഇതെല്ലാം CPF, ഇതെല്ലാം എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കേണ്ട. GPF ജനറൽ പ്രോവിഡന്റ് ഫണ്ട്, PPF പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, EPF എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട്, CPF കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട്. ഇങ്ങനെ 4 ഉണ്ട്. അപ്പം GPF എന്ന് പറഞ്ഞാൽ ജനറൽ പ്രോവിഡന്റ് ഫണ്ടാണ്. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഗവൺമെന്റ് 8% ഫിക്സ് ചെയ്തു. GPF ജനറൽ പ്രോവിഡന്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻട്രസ്റ്റ് 8% കിട്ടും. അതുപോലെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അവർ റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് 2019 അവരിപ്പോ റിലീസ് ചെയ്തു. അപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിന് ചോദിക്കാം ഗ്ലോബൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഏജൻസി ഏതാണെന്ന്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അതിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ഇന്ത്യക്കാരിയാണ്, ഗീത ഗോപിനാഥ് ആണ് ചീഫ് എക്കണോമിസ്റ്റ്, ഇന്ത്യക്കാരി. അതുപോലെ IMFന്റെ ഡയറക്ടറാണ് എന്റെ ഹെഡ് പൊസിഷൻ എന്ന് പറയുന്നത്. IMFന്റെ ഡയറക്ടർ ഫ്രഞ്ചുകാരിയായ ക്രിസ്റ്റിൻ ലഗാർഡ് ആണ്. ക്രിസ്റ്റിൻ ലഗാർഡ്. അതുകഴിഞ്ഞ് നമ്മൾ ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിന്റെ ഇലക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ ഇലക്ഷനിൽ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു തുടർച്ചയായി 5ാം വട്ടവും പ്രൈം മിനിസ്റ്റർ പദവി നേടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരാണ് ലിക്വിഡ് പാർട്ടി, LIKUD, ലിക്വിഡ് പാർട്ടി. ലിക്വിഡ് പാർട്ടിക്ക് മാക്സിമം നമ്പർ ഓഫ് സീറ്റ്സ് കിട്ടി. പക്ഷെ ഒറ്റയ്ക്ക് അവർക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റൂല. പക്ഷെ അവർക്ക് കോalition പാർട്ട്നേഴ്സുമായിട്ട് ചേർന്ന് ഗവൺമെന്റ് ഫോം ചെയ്യുന്ന ഒരു പൊസിഷനിലാണ്. അപ്പം അതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ആകാൻ പോവുകയാണ്. ഈ വർഷം എൻഡോടുകൂടി അദ്ദേഹം ഇസ്രായേൽ റൂൾ ചെയ്യുന്ന ഏറ്റവും ലോങ്സ്റ്റ് പ്രൈം മിനിസ്റ്ററായി മാറും. സോ
5th ടൈം അദ്ദേഹത്തിന് കിട്ടാൻ പോയാണ്, 5ാം തവണ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവാൻ പോയാണ്. പിന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക് ആശ്വസിക്കാനുള്ള ന്യൂസ് ആണ് 1919 ജാലിയൻ വാലാബാഗില് പിന്നീട് നമ്മളെ ഇന്ത്യക്കാരായ ആൾക്കാരെ ബ്രിട്ടീഷുകാർ കൂട്ടക്കൊല ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജാലിയൻ വാലാബാഗ് മാസക്കർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ ജാലിയൻ വാലാബാഗിൽ നടന്ന ഈ കൂട്ടക്കൊല ഇപ്പൊ 100 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. 2019 ആകുമ്പോൾ 100 years ആവും. അത് ഈ April 13 നടക്കുന്നത്. അപ്പൊ ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ അതിന്റെ 100th ആനിവേഴ്സറി ആണ്. അപ്പൊ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ അതില് തെരേസ മേ ഈ ഒരു സംഭവത്തിൽ വലിയ റിഗ്രറ്റ് പ്രകടിപ്പിച്ചു. പക്ഷെ അവിടുത്തെ പാർലമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഫുൾ അപ്പോളജി കൊടുക്കണമെന്നാണ്. അതായത് ഫുൾ ആയിട്ട് ഒരു അപ്പോളജി, ഒരു ക്ഷമാപണം ഇന്ത്യയോട് നടത്തണമെന്നാണ്. പക്ഷെ റിഗ്രറ്റ്, ഖേദം പ്രകടിപ്പിച്ചു. പിന്നെ ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഫോട്ടോ ഉണ്ട്. ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ജസീന്ത ആർഡേൻ ആണ് ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ, എല്ലാവർക്കും അറിയാം. ബ്രസൽസ്, ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ബ്രസൽസിലാണ് യൂറോപ്യൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. യൂറോപ്യൻ യൂണിയന്റെ ഒരു ഭാഗമായ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ പേരുണ്ട് ഡൊണാൾഡ് ടസ്ക്. യൂറോപ്യൻ യൂണിയന്റെ ഒരു ഭാഗമാണ് യൂറോപ്യൻ കൗൺസിൽ, അതിന്റെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ടസ്ക്. അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ ഒരു ഭാഗം ആണ് യൂറോപ്യൻ കമ്മീഷൻ, അതിന്റെ പ്രസിഡന്റ് ആണ് ജീൻ ക്ലോഡി ജങ്കർ, JEAN, ജീൻ ക്ലോഡി, CLAUD, ക്ലോഡി ജങ്കർ, JUNCKER. പിന്നീട് ജൂലിയൻ അസാഞ്ചിന്റെ പേരുണ്ട്. ജൂലിയൻ അസാഞ്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ജൂലിയൻ അസാഞ്ച്, ASSANGE, വിക്കിലീക്സിന്റെ ഫൗണ്ടറാണ് ജൂലിയൻ അസാഞ്ച്. അപ്പൊ അതൊക്കെയാണ് ആ പേജിലുള്ളത്. അത് കഴിഞ്ഞ് നമ്മള് 10th പേജിലേക്ക് പോകുമ്പോ നമ്മളുടെ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം, നടന്നിരിക്കണം. April 11th ലോക്സഭ ഇലക്ഷന്റെ ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മുമ്പേ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് April 11th ആണ്. ഇന്ന് ഇന്ത്യയിൽ കുറെ ലോക്സഭാ സീറ്റുകളും അതുപോലെ ആന്ധ്രയിലൊക്കെ നിയമസഭാ ഇലക്ഷനും ഇന്ന് നടക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ OSA, അതിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. ഒഫീഷ്യൽ സീക്രസി ആക്ട്. ഒഫീഷ്യൽ സീക്രസി ആക്ട് ആണ്, ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ആണ്, ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്, അതാണ് OSA. പിന്നെ നോട്ടയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നോട്ട, NOTA, നോട്ട ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് NOTA. നോട്ട എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അതായത് ഇപ്പൊ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നമ്മളുടെ സ്ഥാനാർത്ഥികളുടെ പേര് കാണും, അതിന് നേരെ ഒരു ബട്ടണും കാണും, പേരോ ആ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. പക്ഷെ ഈ കാൻഡിഡേറ്റ്സിന് ആർക്കും നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടയിൽ നൺ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞ, അതാണ് നോട്ട എന്ന് പറയുന്നത്, NOTA, നോട്ട, നൺ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവരാരെയും നമുക്ക് താല്പര്യമില്ല. അത് ഈ ഇടയ്ക്ക് ഇന്ത്യയിൽ വന്ന ഒരു പരിഷ്കാരമാണ്, ഇലക്ട്രൽ റിഫോം ആണ്, അതാണ് അതിനെ കുറിച്ചാണ്. പിന്നെ എഡിറ്റോറിയൽ റാഫേൽ റീബഫ് എന്നാണ് ആ എഡിറ്റോറിയലിന്റെ പേര്. റാഫേൽ റീബഫ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണ്. ഇത് ഈ പത്രം എന്ന് വായിച്ചു തുടങ്ങിയത് തന്നെ അതിനെ കുറിച്ചാണ്. അതായത് റാഫേലില് ഞാൻ നേരത്തെ പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് സ്റ്റോൾ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു എന്ന രേഖകൾ ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന ഒരിക്കലും ഓതന്റിക് ആയിട്ട് പ്രൂഫായിട്ട് സുപ്രീം കോടതി എടുക്കാൻ പാടില്ല എന്നാണ്. സുപ്രീം കോടതി പറഞ്ഞു റിവ്യൂ പെറ്റീഷൻ സമർപ്പിക്കുന്ന വേളയിൽ, അത് പരിഗണിക്കുന്ന വേളയിൽ ഇതും ഞങ്ങൾ പ്രൂഫായിട്ട് എടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പ്രസ് ഫ്രീഡത്തിനുള്ള ഒരു അപ്രൂവലായിട്ട്, സ്റ്റാമ്പ് ഓഫ് അപ്രൂവലായിട്ട് ഹിന്ദു പത്രം ഫസ്റ്റ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. അപ്പം അതാണ് ഫസ്റ്റ് എഡിറ്റോറിയലിന്റെ ഒരു കണ്ടന്റ്. സെക്കൻഡ് എഡിറ്റോറിയൽ ദണ്ഡേവാഡ ആംബുഷ് എന്നാണ്. അത് ഇന്നലെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. ദണ്ഡേവാഡ ഇസ് എ പ്ലേസ് ഇൻ ഛത്തീസ്ഗഡ് വിച്ച് ഈസ് നൊട്ടോറിയസ് ഫോർ ദ മാവോയിസ്റ്റ് പ്രസൻസ്, അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ ഒരു സ്ട്രോങ് ഏരിയ ആണ്. അവിടെ ഇന്നലെ ഒരു BJP MLA ഒക്കെ കൊല്ലപ്പെട്ടിരുന്നു. അതിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. പിന്നീട് മണി ബില്ലിനെ കുറിച്ചൊരു ഒരു ഇതുണ്ട്. മണി ബിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ലാണ് മണി ബിൽ. ലോക്സഭയിലാണ് അതിനെ ഫസ്റ്റിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ പ്രത്യേകത. സാധാരണ ബില്ലുകളെല്ലാം, ബില്ലെന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആയിട്ട് അവതരിപ്പിക്കുന്ന സംഭവമാണ് ബില്ല്. ബില്ല് എപ്പോഴും ലോക്സഭയിൽ തന്നെ അവതരിപ്പിക്കണമെന്ന് നിയമമൊന്നുമില്ല. രാജ്യസഭയിൽ വേണമെങ്കിൽ ഫസ്റ്റിൽ അവതരിപ്പിക്കാം. പക്ഷെ മണി ബില്ലിന്റെ കേസിൽ ഇറ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ് ഇൻ ദ ലോക്സഭ. ദാറ്റ് ഇസ് വെരി, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ദാറ്റ്. അപ്പം മണി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം രാജ്യസഭയിൽ അവതരിപ്പിക്കുള്ളൂ. അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ രാജ്യസഭയിൽ അത് അപ്രൂവ് ആയില്ലെങ്കിലും ആഫ്റ്റർ 14 days അത് അപ്രൂവ് ആയതായിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് രാജ്യസഭ ഈസ് പവർലെസ് ഇൻ ദ കേസ് ഓഫ് മണി ബിൽസ്. മണി ബില്ലിന്റെ കേസിൽ മാത്രം രാജ്യസഭ പവർലെസ് ആണ്. അപ്പൊ ആ മണി ബില്ല് അറിഞ്ഞിരിക്കണം. മണി ബില്ല്, ഒരു ബില്ല് മണി ബില്ലാണെന്ന് അപ്രൂവ് ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഒരു ബില്ല് മണി ബില്ലാണെന്ന് അപ്രൂവ് ചെയ്യുന്ന ലോക്സഭാ സ്പീക്കറാണ്. ഒരു ബില്ല് മണി ബില്ലായിട്ട് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ അപ്രൂവലോട് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷനിലാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷനിലാണ് മണി ബില്ല് പ്രസന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷനിൽ. മണി ബില്ലാണെന്ന് അപ്രൂവ് ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കർ.
പിന്നെ ഇലക്ട്രൽ ബോണ്ട്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യാതൊരു ടൈപ്പ് ഓഫ് ബോണ്ടാണ്, നമുക്ക് താല്പര്യം ഉള്ള എമൗണ്ട് നമുക്ക് ആ ബോണ്ട് വഴി പാർട്ടികൾക്ക് കൊടുക്കാം. അത് പക്ഷേ ആ ബോണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമേ ബൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് ആ ബോണ്ടുകൾ ബൈ ചെയ്യാൻ പറ്റുന്നത്. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടറാണ് YC മോഡി. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടറാണ് YC മോഡി. പിന്നീട് ജെറ്റ് എയർവേസിന്റെ ഷെയർസ്, അതായത് ജെറ്റ് എയർവേസ് എന്ന കമ്പനി തന്നെ സെല് ചെയ്യാൻ പോയാണ് SBIയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകൾ. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. രാജ്നീതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ രാജ്നാഥ് സിംഗിനെ കുറിച്ച് ഇറങ്ങാൻ പോണ ബയോഗ്രഫിയാണ്. രാജ്നാഥ് സിംഗിനെ കുറിച്ച് ഇറങ്ങാൻ പോണ ബയോഗ്രഫിയുടെ പേരാണ് രാജ്നീതി. അത് എഴുതിയ ആളുടെ പേര് ഗൗതം ചിന്താമണി എന്നാണ്. ഗൗതം ചിന്താമണി. അതുപോലെ വൈറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞൊരു പേര് ഇതിന്റെ അകത്തുണ്ട്. വൈറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC പോലുള്ള സാധനങ്ങളാണ് വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതെല്ലാം ആദ്യം വൈറ്റ് കളറിൽ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മാത്രമാണ് വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നീട് ഈ എക്കണോമിക് ടൈംസിൽ ഇത്രയാണ് ഉള്ളത്. പിന്നീട് നമ്മൾ അടുത്ത പത്രത്തിലേക്ക് പോകുമ്പോൾ നിഫ്റ്റി 50യെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന 50 ഷെയർസ് വെച്ചാണ്. അതുകൊണ്ടാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. നിഫ്റ്റി 50.